ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്നെന്താന്നല്ലേ, ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയാണ് കേട്ടോ. ആ പൂരി മസാല എന്ന് പറഞ്ഞാൽ മിക്ക മലയാളികൾക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴും പൂരി മസാല വാങ്ങിച്ചു കഴിക്കും. ഈ പൂരി മസാല ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നാണ് മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ധാരണ. പക്ഷെ അത്ര പാടുള്ള കാര്യമല്ല, ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പൂരി നല്ല വീർത്ത് ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്ന പൂരി, അത് ചുങ്ങി പോവാണ്ട് അങ്ങനെ ക്രിസ്പായിട്ട് നിൽക്കുന്ന പൂരിയുടെ ടിപ്സ് കാണും ഇതിൻ്റെ അകത്ത്. പിന്നെ മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യത്തിന് യൂസ് ചെയ്യാം. ഇനി അഥവാ കുറച്ച് കൂടുതൽ മസാല പൂരിക്ക് ഇരിക്കുകയാണെങ്കിലോ അത് നമുക്കൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാല ദോശയ്ക്കകത്ത് യൂസ് ചെയ്യാം. അപ്പം ഈ സെയിം സാധനം കേട്ടോ, മസാല ദോശയും ഈ പൂരി മസാലയ്ക്കും സെയിം മസാല യൂസ് ചെയ്യുന്നത്. മറ്റേത് കുറച്ച് വെള്ളമാണ്, മറ്റേത് കുറച്ചുകൂടി കട്ടിയാണ്, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം ഞാനത് രണ്ടും കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കിയേക്കണേ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പം നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചീൻചട്ടി വെച്ചു. ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചീൻചട്ടിയിൽ ഒഴിച്ച് നമ്മൾ കടുക് വറുത്തിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകാണ്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവ്, ഞാനൊരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത്. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. എന്ത് ഈസിയല്ലേ, കുറച്ച് സാധനം കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പം ഞാൻ ഇച്ചിരി കടുകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാനിട്ട് കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ആ ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി അവനെ ഒന്ന് ശരിയാക്കി എടുത്ത് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ഈ ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴറ്റിയിട്ട് ഒരുപാട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി ഉള്ളി. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാനൊരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല വെന്തോട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ച് തവി വെച്ച് ഉടയ്ക്കുമ്പോൾ തന്നെ ഉടഞ്ഞു വരണം കേട്ടോ, എന്നാലേ നമുക്ക് മസാല നല്ല കുറുകുറാന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, നല്ല നിറം കിട്ടണമല്ലോ. ഓൾറെഡി ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ശക്കലം കായപ്പൊടിയും കൂടി. ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഗ്യാസ് ആയ സാധനം ആയ കാരണം വയറ്റിന് പ്രശ്നം വരണ്ടാന്ന് ശക്കലം കായപ്പൊടി ഇട്ടു കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ആ തവി വെച്ച് തന്നെ ഒന്ന് തവിയുടെ ബാക്ക് സൈഡ് വെച്ച് തന്നെ ഒന്ന് ഉടച്ച് വിടുകയാണെങ്കിൽ നമുക്കത് നല്ല കൺസിസ്റ്റൻസി നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂരിയുടെ കൂടെയാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതെല്ലാം കൂടി യോജിച്ച് വന്ന് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 6-7 മിനിറ്റ് ഒന്ന് വെന്തോട്ടെ, എന്നാലേ നമുക്ക് ആ വിചാരിച്ച രീതിയിൽ കിട്ടുള്ളൂ. അപ്പം ഞാനത് 6-7 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഒരു ശകലം വെള്ളം കൂടുതലാണെന്ന് തോന്നിയ കാരണം അതിന് ബാക്കിലോട്ട് ഇറക്കി വെച്ച് അടുത്തത് പൂരിക്കുള്ളതാണ്. ഇനി പൂരി ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉരുട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ കുഴയ്ക്കുന്ന ടിപ്പാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ആട്ട എടുക്കും. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം റവ ഇടും കേട്ടോ. ഈ റവയാണ് ഇതിൻ്റെ സീക്രട്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇടും ഞാൻ. ഇങ്ങനെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, ഒരുപാട് അങ്ങ് കട്ടിയാക്കണ്ട. എന്നിട്ട് കുഴച്ച് നമ്മൾ കുറച്ച് നേരം വച്ചേക്കുക. അതാണ് എൻ്റെ സീക്രട്ട് കേട്ടോ. ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ട് ചെയ്യുക. അപ്പം ഈ റവ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് നല്ല പാകത്തിനുള്ള കട്ടിക്ക് കിട്ടും. പിന്നെ അത് നല്ല സ്മൂത്ത് ബോൾസ് ആയിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക. നമ്മുടെ കയ്യിലോ നമ്മൾ സർഫസ് ഏതിലാണോ അതിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ സൂക്ഷിക്കേണ്ടത് തന്നെ ഒരുപാട് പ്രഷർ ഇട്ട് പരത്തരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പൊങ്ങി വരില്ല. അപ്പോൾ ലൈറ്റായിട്ടേ പരത്തി കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ആഞ്ഞ് പരത്തി അതങ്ങ് ചപ്പിച്ച് കളയരുത്.
അത് നമ്മൾ ചൂട് എണ്ണയിലിടുമ്പോൾ നമുക്കതിങ്ങനെ പൊങ്ങി വരണം, ആ 2 ലെയറും വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു ടെക്നീക്ക്. ദേ ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുക്കാനുള്ള, എണ്ണയൊന്നും തെറിപ്പിക്കരുത് കേട്ടോ ഇടുമ്പോൾ, വളരെ സൂക്ഷിക്കണം. ഞാൻ ഈ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്ന ഇതിൽ ഞാൻ വലിയ പൂരി ആക്കില്ല, ഒരു മീഡിയം രീതിയിലുള്ള പൂരിയാട്ടോ ആക്കുന്നത്. വലിയ പൂരി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അപ്പൊ കുറച്ച് കൂടുതൽ എണ്ണ നമുക്ക് വേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഇത്ര എണ്ണയിൽ തന്നെ കുറേ പൂരി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും, അപ്പൊ അതല്ലേ നല്ലത്. ഞാൻ അങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ടിപ്സ് ഫോളോ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ആട്ടയും, പിന്നെ 2 ടേബിൾ സ്പൂൺ റവയും, പിന്നെ ശകല ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ഒരുപാട് നനവ് കൂടാൻ പാടില്ല, ഒരുപാട് കട്ടിയാവരുത്. ബിക്കോസ് ഇതിന് ആ റവയൊന്ന് വെള്ളം പിടിക്കുന്ന കാരണം അത് തന്നെ ശകലം ഒന്ന് കട്ടി ആയിക്കോളും. ഓക്കെ, എന്നിട്ട് അധികം ബലം പ്രയോഗിക്കാതെ പരത്തിയെടുത്താണ്ടല്ലോ നിങ്ങളുടെ പൂരി ഇതുപോലെ പൊങ്ങി വരും. പിന്നെ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് ആ തവി വെച്ച് തന്നെ നമ്മളൊന്ന് അതിനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചൂട് പൂരിയും കറിയും കൂടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ട്രൈ നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.